ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് എൻ്റർ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാർ. സാധാരണമായി നമ്മൾ ഉരുളൻകിഴങ്ങ് സാമ്പാർ, വെണ്ടയ്ക്ക സാമ്പാർ, മുരിങ്ങയ്ക്ക സാമ്പാർ, തക്കാളി സാമ്പാർ, ഉള്ളി സാമ്പാർ, അങ്ങനെ പല ടൈപ്പ് സാമ്പാറുണ്ട്. ഇത് വളരെ ചുരുക്കമായിരിക്കും ഒരു ചിക്കൻ സാമ്പാർ. വളരെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. വീഡിയോ ഫോളോ ചെയ്യാം. ഒരു 100 ഗ്രാം പരിപ്പ് മാറ്റി വയ്ക്കുക, 1 കിലോ ചിക്കൻ, അതേപോലെ തന്നെ തേങ്ങാപ്പാൽ വേണം, 1-ാം പാലും അതേപോലെ തന്നെ 2-ാം പാലും. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി വേണം, പിന്നെ കുറച്ച് സവോള, കരിവേപ്പില, കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മസാലപ്പൊടികൾ വഴിയെ ഞാൻ പറയാം. ആദ്യം നമുക്ക് നേരത്തെ മാറ്റി വെച്ച പരിപ്പ് നല്ല രീതിയിൽ കഴുകി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് ഉരുളിയോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കുക, അതിനകത്ത് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവോള ഇതിനകത്തിടുക, നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതും കൂട്ടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയെല്ലാം ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച 2 ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം പോകുന്ന രീതിയിൽ ഒരു മിനിറ്റോളം ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആ പച്ചമുളക് മാറിയതിന് ശേഷം മാറ്റി വെച്ച തക്കാളി അതിൻ്റെ കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിന് വേണ്ട മസാലപ്പൊടികൾ വളരെ ചുരുക്കമായിട്ട് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ ആ കുത്തുമണമെല്ലാം മാറി കിട്ടുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസാരം ചിക്കൻ എത്ര വേണ്ട വെച്ചെങ്കിൽ നിങ്ങൾ ചിക്കൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള മസാല നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ ചിക്കനൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇതിനകത്ത് ഇറങ്ങി ഒരു ലെവലാവും. ആ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2-ാം പാൽ നമുക്ക് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിച്ച് വീണ്ടും ഒരു 3 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി നമുക്കൊരു 80% വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രോസസ്സിൽ വെന്ത് കിട്ടണം. അപ്പോൾ 2-ാം പാൽ ഒഴിച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച പരിപ്പുണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കറിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ലൈറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാലിട്ട് നല്ല രീതിയിൽ നിന്ന് ഇളക്കി ഒതുക്കി കൊടുത്താൽ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ചിക്കൻ സാമ്പാർ റെഡി. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയോ, പത്തിരിയുടെ കൂടെയോ, ഇടിയപ്പത്തിൻ്റെ കൂടെയോ, പുട്ടിൻ്റെ കൂടെയോ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ചുരുക്കം പേരായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.